Mini habit number 3. Magic plate for breakfast, lunch and dinner. നമ്മൾ എന്നും കഴിക്കുന്ന ഭക്ഷണത്തിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മുടെ ആരോഗ്യത്തിൽ വലിയ വ്യത്യാസം കാണാൻ സാധിക്കും. 3 നേരത്തെ മെയിൻ മീൽസ് എങ്ങനെ കൃത്യമായി സെറ്റ് ചെയ്യാം എന്ന് നമുക്കിന്ന് മനസ്സിലാക്കാം. ബ്രേക്ക്ഫാസ്റ്റ്. നമ്മുടെ വീട്ടിൽ എന്താണോ ഉണ്ടാക്കുന്നത് അതിൻ്റെ കൂടെ നട്ട്സ് കൂടെ ആഡ് ചെയ്ത് കഴിക്കാം. അതായത് 5 ബദാം, 1-2 വാൾനട്ട്സ്. ഇത് തലേദിവസം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് ഈ സോക്ക്ഡ് നട്ട്സാണ് നമ്മൾ രാവിലെ കഴിക്കാനുള്ളത്. ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എക്സാമ്പിൾസ് പറയുവാണെങ്കിൽ ദോശ, ചട്നി, സാമ്പാർ, ഇഡ്ഡലി, ചട്നി, സാമ്പാർ, അതുപോലെ പുട്ട്, കടല, അപ്പം, കറി, ഉപ്പുമാവ്. ഇനി സ്മൂത്തി കഴിക്കുന്നവരാണെങ്കിൽ അങ്ങനെ. എന്തായാലും കുഴപ്പമില്ല, പക്ഷേ കറി മസ്റ്റായിട്ട് കഴിക്കുക. ചിലവർ പഞ്ചസാര കൂട്ടി കഴിക്കുന്നവരുണ്ടാവും, അത് ഒഴിവാക്കുക. പിന്നെ കറി കഴിക്കാൻ മടിയുള്ളവർക്ക് വെജിറ്റബിൾ സാലഡ്സ് അതിന് പകരമായിട്ട് ആഡ് ചെയ്യാം. ഇപ്പോൾ കട്ട് വെജിറ്റബിൾസോ സ്റ്റീംഡ് വെജിറ്റബിൾസോ അതും അല്ലെങ്കിൽ സോർട്ടഡ് ആയിട്ടുള്ള വെജിറ്റബിൾസോ ആഡ് ചെയ്യാം. ലഞ്ച്. ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ വളരെ ബാലൻസ്ഡായി കഴിക്കുക. അതിനായി നമുക്ക് പ്ലേറ്റ് 4ആയിട്ട് തരംതിരിക്കാം. അതിൽ ഫസ്റ്റ് പോർഷൻ, അതായത് ആദ്യത്തെ 25% വെജിറ്റബിൾ സാലഡ് ആയിരിക്കണം. അത് റോ ആയിട്ട് കഴിക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ, അതല്ലാതെ കുക്ക്ഡായിട്ടോ സ്റ്റീംഡ് ആയിട്ടോ ഉള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്ത് നമുക്കൊരു സാലഡ് ആക്കിയിട്ട് അതെടുക്കാം. നെക്സ്റ്റ് 25% പ്രോട്ടീൻ ആയിരിക്കണം. അതായത് പയർ, പരിപ്പ്, കടല, ടോഫു, പനീർ, പിന്നെ എഗ് വൈറ്റ്, ചിക്കൻ, ഇതുപോലുള്ള എന്തെങ്കിലും പ്രോട്ടീനായിട്ട് നമ്മൾ ആഡ് ചെയ്യാം. നെക്സ്റ്റ് 25% വരുമ്പോൾ ചോറാണ്. അത് ബ്രൗൺ റൈസ് ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. അതല്ലെങ്കിൽ മില്ലറ്റ്സ് ആഡ് ചെയ്യാം. ഇനി ഇത് രണ്ടും കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നവർക്കാണെങ്കിൽ ഒരു മച്ച് ഹെൽത്തിയർ വേർഷൻ എന്ന് പറയുന്നത് ചമ്പാവരി ചോറാണ്. ചെറിയ തവിടുള്ള അരി. വൈറ്റ് റൈസ് മാക്സിമം ഒഴിവാക്കുക. നെക്സ്റ്റ് 25% വരുമ്പോൾ കുക്ക്ഡ് വെജിറ്റബിൾസ് ആണ്. അതായത് നമ്മുടെ മെഴുക്ക് പുരട്ടി, തോരൻ പോലുള്ള കുക്ക്ഡ് വെജിറ്റബിൾസ്. നെക്സ്റ്റ് ഡിന്നറാണ്. ഡിന്നറിൻ്റെ പ്ലേറ്റും നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. അതിൽ ഫസ്റ്റ് വരുന്നത് സൂപ്പാണ്. വെജിറ്റബിൾ സൂപ്പോ ചിക്കൻ സൂപ്പോ മഷ്റൂം സൂപ്പോ ഇതിലേത് വേണമെങ്കിലും നമുക്ക് ഓപ്റ്റ് ചെയ്യാം. അടുത്ത പോർഷൻ വരുന്നത് കാർബോഹൈഡ്രേറ്റ് പ്ലസ് പ്രോട്ടീനാണ്. അതായത് ഇപ്പോൾ ഇഡ്ഡലി, ദോശ, ദാൽ റൈസ്, ദാൽ ചീല. ദാൽ ചീല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ കടലമാവ് വെച്ചിട്ടുണ്ടാക്കുന്ന ദോശയാണ്. അതിൽ കുറച്ച് ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ടേസ്റ്റിയാണ്. പിന്നെ നമുക്ക് ആലു പൊറാട്ട പോലെ അകത്ത് ഗ്രീൻ പീസിൻ്റെയോ പനീറിൻ്റെയോ ഒക്കെ ഫില്ലിങ് വെച്ച് പീസ് പൊറോട്ട, പനീർ പൊറോട്ട എന്നൊക്കെ പറയുമ്പോൾ അതിൽ നമുക്ക് പ്രോട്ടീനും കാർബും ഒരുമിച്ച് വരും. ഇതൊന്നും ചെയ്യാനുള്ളൊരു സമയമില്ല എന്നാണെങ്കിൽ നമ്മുടെ കഞ്ഞിയും പയറും ആണെങ്കിൽ പോലും ഓക്കെയാണ്. അതിൽ നമുക്ക് കാർബും പ്രോട്ടീനും വരുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് പോർഷൻ സോർട്ടഡ് അല്ലെങ്കിൽ സ്റ്റീംഡ് വെജീസാണ്. ഡിന്നറിൻ്റെ പ്ലേറ്റ് 3ആയിട്ട് തരംതിരിച്ച് കഴിക്കുമ്പോൾ നമുക്ക് രാത്രി കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറവായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് പ്രോട്ടീൻ, ഫൈബർ എല്ലാം നമുക്ക് ബാലൻസ്ഡ് ആയിട്ട് കിട്ടുന്നുണ്ടാവും. ഇങ്ങനൊരു ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ ഒരു ദിവസം ത്രൂ ഔട്ട് ഫോളോ ചെയ്യുമ്പോൾ നമ്മുടെ ഹെൽത്തിൽ ഗ്രാജുവലി നല്ല വ്യത്യാസമാണ് വരിക. സോ എല്ലാവരും ഇതിനുവേണ്ടി കമ്മിറ്റ് ചെയ്യുക.